Hello viewers, welcome to yet another episode of Lakshmi's Cooking Stories. ഇന്ന് ഞാനൊരു മട്ടൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബുന മട്ടൺ ഗോഷ്ട് ഒരു നോർത്ത് ഇന്ത്യൻ പ്രിപ്പറേഷനാണ്. ബുന എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. നമുക്ക് ആദ്യം ബുന മട്ടൺ ഫ്രൈക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 4 ടീസ്പൂൺ മുഴുവൻ മല്ലി, 2 ടീസ്പൂൺ ജീരകം, 2 കഷ്ണം കറുവാപ്പട്ട, ബേ ലീഫ് ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം, ഒരു 6 ഏലക്ക, 6 എണ്ണം മതിയാവും, ഒരു 4 ഗ്രാമ്പു, 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. ഇത്രയുമാണ് ഇതിന് വേണ്ട മസാല. അപ്പം നമുക്കിത് വറുക്കാം, നന്നായിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടിത് നമുക്ക് വറുത്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. മസാല ആവശ്യത്തിന് വറുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായി വയ്ക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിനി അടുത്ത മട്ടൺ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു പ്രഷർ കുക്കർ എടുക്കുക. അതിൽ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് എണ്ണ വേണോ ഇതിന് ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ഇച്ചിരി വലിപ്പമുള്ള സവാള നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് വഴറ്റണം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. സവാള ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി കുഞ്ഞായിട്ട് നുറുക്കിയത് അതുകൂടെ ആഡ് ചെയ്തു. അതും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. ഞാനത് ഇതിലേക്ക് ചേർക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മട്ടൻ്റെ പിങ്ക് കളർ മാറി വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ബുന മട്ടൺ ഫ്രൈ എന്നാണല്ലോ ഈ പ്രിപ്പറേഷൻ്റെ പേര്. ബുന എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ എന്നാണ് അർത്ഥം. നമ്മൾ ഈ പ്രിപ്പറേഷൻ നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ലാസ്റ്റിൽ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു 5 മിനിറ്റ്. കുറച്ച് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു
200 ml വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് ഒരു 4 മുതൽ 5 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ മട്ടൺ പ്രിപ്പയർ ചെയ്തെടുക്കാം. കുക്കറിൽ വെച്ച് നന്നായിട്ട് മട്ടൺ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമുക്കൊരു വലിയ കടായി എടുക്കാം. നോൺ സ്റ്റിക്ക് കടായി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേക്കാം. മട്ടൺ മുക്കാൽ വറ്റി വരുന്ന സമയത്ത് നമുക്ക് 2 പച്ചമുളക് കുഞ്ഞായി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് അതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് അതുകൂടെ ആഡ് ചെയ്തു. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വറ്റി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലോണം വറ്റി വരണം. ഗ്രേവിയൊക്കെ മുക്കാൽ വറ്റി വരുന്ന ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പൂടെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ 1/4 ടീസ്പൂൺ കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത മസാലയാണ് ഇതാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മട്ടണുമായിട്ട് നമുക്ക് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഫൈനലായിട്ട് ഉപ്പൊന്ന് നോക്കാം, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമുക്കിനി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊരു ഫ്രൈ പരുവത്തിലാക്കി എടുക്കണം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബുന മട്ടൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഗാർണിഷ് ചെയ്യാം. നിറച്ച് മല്ലിയില ഇതിലേക്ക് വിതറി കൊടുക്കുക. നല്ലോണം ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോ പ്ലേറ്റിലോട്ടോ മാറ്റാം. ഇന്ന് ഞാൻ തയ്യാറാക്കിയ ബുന മട്ടൺ ഫ്രൈഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.